മേയർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നമ്മൾ മറ്റ് ഇടങ്ങളിലേക്ക് കൂടി പോവുകയാണെങ്കിൽ തൃശൂർ കോൺഗ്രസിൽ പൊട്ടിത്തെറി ഉണ്ടായി. കാശ് വാങ്ങിയാണ് ഡോക്ടർ നിജി ജസ്റ്റിനെ മേയറാക്കുന്നതെന്നുള്ള ഗുരുതര ആരോപണവുമായി കൗൺസിലർ ലാലി ജെയിംസ് രംഗത്തെത്തി. നിയുക്ത മേയർ നിജി ജസ്റ്റിൻ ആരോപണം നിഷേധിച്ചു. ലാലിക്കെതിരായ അതൃപ്തി DCC പ്രസിഡന്റ് പരസ്യമാക്കി. ആരെയും മുകളിൽ നിന്നും കെട്ടിയിറക്കിയിട്ടില്ലെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പൊട്ടിത്തെറിയാണ് ഇന്ന് UDF-ൽ ഉണ്ടായത്. ലാലി ജെയിംസ് വലിയ ആരോപണവുമായാണ് രംഗത്തെത്തിയത്. ഈ മേയർ തെരഞ്ഞെടുത്തത്, ഡോക്ടർ നിജി ജസ്റ്റിനെ തെരഞ്ഞെടുത്തത്, അത് വലിയ തോതിലുള്ള ഈ പണത്തിൻ്റെ ഒരു ഇടപാട് അതിൽ നടന്നിട്ടുണ്ട്. പെട്ടിയിൽ പണവുമായി DCC പ്രസിഡന്റിനെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെയും ഒക്കെ തന്നെ കണ്ടതിൻ്റെ ഫലമായാണ് ഇവിടെ ഈ മേയർ സ്ഥാനം ലഭിച്ചത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ലാലി ജെയിംസ് ഉന്നയിച്ചത്. നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ പണം നൽകി എന്നുള്ള ഒരു ആരോപണങ്ങൾ മാത്രമാണ്. പുറത്തുള്ള ആളുകൾ പറയുന്നു ഭാര്യയും ഭർത്താവും മറ്റ് 2-3 പേരെ കൂട്ടി കാറിൽ പെട്ടിയുമായി പോകുന്നത് കണ്ടു, സൂക്ഷിക്കണം, പല സ്ഥലങ്ങളിലും എത്തി എന്നുള്ളത് പറയപ്പെടുന്നു. ലാലി ഇതിൽ ചതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. പണമില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. അതേസമയം ലാലിയെ തള്ളിയാണ് എല്ലാവരും തന്നെ രംഗത്തെത്തിയത്. രാവിലെ തന്നെ DCC പ്രസിഡന്റ് വ്യക്തമാക്കി, 4 തവണ കൗൺസിലറായ ലാലി ജെയിംസ് അങ്ങനെ പണം കൊടുത്താണോ ഈ കൗൺസിലർ സ്ഥാനം അന്നൊക്കെ തന്നെ പാർട്ടിയിൽ നിന്ന് നേടിയിരുന്നത് എന്ന ഒരു ചോദ്യമാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ചോദിച്ചത്. 4 പ്രാവശ്യം അവർ നിന്നില്ലേ? ആർക്കാ പെട്ടി കൊടുത്തത്? 4 പ്രാവശ്യം നിന്നില്ലേ? താൻ വർഷങ്ങളായി തൃശ്ശൂരിൻ്റെയും തൃശ്ശൂരിന് പുറത്തുമുള്ള രാഷ്ട്രീയ പൊതുരംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനം കൊണ്ടൊന്നും തന്നെ തനിക്ക് മേയർ സ്ഥാനം ലഭിക്കേണ്ട അവസ്ഥ നിലവിൽ ഇല്ല എന്നുള്ള ഒരു കൃത്യമായ നിലപാടാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ വ്യക്തമാക്കിയത്. തൃശ്ശൂർ ടൗണിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ആയിരുന്നില്ല. അനവധി സമരങ്ങൾ 2000 അല്ലെങ്കിൽ 99 മുതൽ ചെയ്ത് അല്ലെങ്കിൽ നയിച്ച് യൂത്ത് കോൺഗ്രസിലായിരുന്നപ്പോഴും മഹിളാ കോൺഗ്രസിലായിരുന്നപ്പോഴും DCC-ലായിരുന്നപ്പോഴും നിങ്ങൾ ഇവിടെ നേതാക്കന്മാരോട് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമാണ്. തൃശ്ശൂരിൽ നിന്നുള്ള പ്രതികരണങ്ങൾക്കൊക്കെ പുറമെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ലാലി ജെയിംസിനെ തള്ളി തന്നെയാണ് രംഗത്തെത്തിയത്. ഏത് സമുദായത്തിന്റെ ആരാണെങ്കിലും ഒരു സഭയും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ കാണുന്ന കാലം മുതൽ പാർട്ടിയിലുള്ള ആളാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ. മുകളിൽ നിന്ന് ആരെയും കെട്ടിയിറക്കില്ല. തുടർന്ന് നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ 35 വോട്ടുകൾ നേടി ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശ്ശൂരിന്റെ മേയറായി അധികാരമേൽക്കുകയും ചെയ്തു. കൂടുതൽ തനിക്ക് തുറന്നു പറയാനുണ്ട് എന്ന് ലാലി ജെയിംസ് വ്യക്തമാക്കുമ്പോൾ ഒരു തരത്തിലുള്ള ക്രമക്കേടുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളോ UDF-ൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെയോ ഭാഗത്തുനിന്നും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് പറയുന്നത്. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.